നമ്മൾക്ക് എല്ലാവർക്കും ഫ്രണ്ടും നമ്മൾ കെയർ ചെയ്യുന്ന പേഴ്സൺസും ഉണ്ട്. ആൻഡ് അധിക ടൈമും മെജോറിറ്റി ഓഫ് ദ ടൈം ഇവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. ആൻഡ് നമ്മൾ അപ്രോച്ച് ചെയ്യലുണ്ട്. എല്ലാവരും ചെയ്യും, മനുഷ്യരാണല്ലോ. അപ്പോ ദ നമ്പർ വൺ മിസ്റ്റേക്ക് ദാറ്റ് വി പീപ്പിൾ മേക്ക് ഇസ് ദാറ്റ് അവര് ആ ഒരു കാര്യം പറഞ്ഞാല് നമ്മളെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയായിരുന്നു പണ്ട് ചെയ്തത്, ഞാൻ ഇങ്ങനെയാണ്, അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്തത്, അപ്പൊ നീ അങ്ങനെയും ചെയ്തോ എന്നുള്ള രീതിയിൽ പറയലാണ്. പക്ഷെ അങ്ങനെയല്ല. ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ കൂടി രണ്ടാളും ഡിഫറെന്റ് ആയിരിക്കും. എന്റെ ഡിഫറെന്റ് ആയിരിക്കും. ഫാമിലിയും ബാക്ക്ഗ്രൗണ്ടും ഫുള്ളും ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് ഫുഡ് കഴിച്ച്, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു മൊമെന്റ് ഇതാക്കി എന്നുള്ള രീതി ഫ്രണ്ടായി അങ്ങനെ വളർന്നതല്ലാതെ വേറെ ബാക്കിലെ എല്ലാ കാര്യവും ഡിഫറെന്റ് ആയിരിക്കും. അത് അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങളെടുത്ത ഡിസിഷൻ അവർക്ക് എടുക്കാൻ കഴിയില്ല. അവരവരുടേതായ യുണീക്ക് ആയിരിക്കും. സോ ഇഫ് എ ഫ്രണ്ട് ഈസ് കമ്മിങ് വിത്ത് യു വിത്ത് എ പ്രോബ്ലം ലൈക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് തിങ് ഈസ് ദാറ്റ് അവരെ ഭാഗത്ത് നിന്നിട്ട് അവരെങ്ങനെ ചിന്തിക്കും എന്ന രീതി ആ ഡിസിഷൻ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഇത് ഉണ്ടാവില്ല, എന്നാൽ അവർക്ക് തന്നെ എടുത്താൽ പോരെ? നോ, അവർക്ക് ആ ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ആ ഡിസിഷൻ എടുക്കുക വേണം. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ഇമോഷന്. അവർക്ക് ആ പേടിയും ആ എന്താ ചെയ്യുന്നത് കൺഫ്യൂഷൻ ആ കാര്യങ്ങളിൽ ഉണ്ടാവും ആ ഒരു സിറ്റുവേഷൻ. കാരണം അവരെ ലൈഫാണ്, അവരുടെ ഡിസിഷനാണ്. അപ്പൊ അവർക്ക് ആ ഒരു ഇമോഷൻ കൂടി പ്രസന്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഇമോഷൻ പ്രസന്റ് ഇല്ല. ആ ഒരു ഡിസിഷൻ മാത്രമേ അവര് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിസിഷൻ എടുക്കുക, ഈ ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ. ഇമോഷൻ പ്രസന്റ് അല്ല. കാരണം നിങ്ങൾ അത് അനുഭവിക്കുന്നില്ല. അപ്പൊ ദാറ്റ് ഇസ് റിയലി ഗ്രേറ്റ്. കാരണം ഇമോഷൻ ഉണ്ടായതുകൊണ്ടാണ് മൊത്തത്തിൽ ആ ഡിസിഷൻ വരെ എടുക്കാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങൾക്ക് അവരെ ഷൂസിൽ നിന്ന് അവരെ കാരണം നിങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്ലോസ് ഫ്രണ്ട് ആണ്. അപ്പൊ അവരെങ്ങനെ ഏകദേശം ചിന്തിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവിടെ നിന്നിട്ട് അവരെ കൂടെ നിന്നിട്ട് യു ഷുഡ് ബി ലൈക്ക്, നീ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം, അപ്പൊ നീ ഇങ്ങനെ ചെയ്യുന്നതല്ലേ ബെറ്റർ, അതിനും ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് യു ഷുഡ് നെവർ ബി ലൈക്ക് അത് നീ അങ്ങനെ ചെയ്തോളണം എന്ന് പറയാൻ കഴിയില്ല. നിങ്ങളുടെ ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വി ക്യാൻ ജസ്റ്റ് ഷോ ദം ഇത് ഇങ്ങനെയാണ് ചെയ്ത്, ഇങ്ങനെ ചെയ്ത്. കാരണം നമ്മൾക്ക് ഇമോഷൻ മൈനസ് ആണ് അവിടെ. അവർക്കാണ് കുറെ ഇമോഷൻ മൊത്തത്തിൽ ക്ലബ് ആയിട്ടുള്ളത്. അപ്പോ നമുക്ക് അവരെ അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. കാരണം അവരെ ഷൂസിൽ നിന്ന് അവരെ ഭാഗത്ത് നിന്നിട്ട് വി ക്യാൻ ബി ലൈക്ക്, എടാ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, കാരണം ഇത് ഇങ്ങനെ ചെയ്താൽ ഇതാണ് കോൺസിക്വൻസസ് ഉണ്ടാവുക, ഇതാണ് പോസിറ്റിവിറ്റി, ഇതാണ് നെഗറ്റീവ്, ഇതാണ് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ആ ഡിസിഷൻ മേക്ക് ചെയ്യാൻ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അവരെ ഷൂസിൽ നിന്നിട്ടാണ് നമുക്ക് ആ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുക. അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക.